ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഒരു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തത്സമയം. നമ്മുടെ സമൂഹത്തിൽ പഴയ കാലത്ത് വലിയ ഉണ്ടായി. ആ സമൂഹമെല്ലാം മാറ്റങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അന്നത്തെ സമൂഹം അധസ്ഥ വിഭാഗം കണക്കാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, അതിൽ മാറ്റമൊന്നുമില്ല. അത് അവരുടെ സമൂഹ വ്യത്യാസമൊന്നും വലിയ തോതിലുണ്ടായില്ല. എല്ലാവർക്കും വലിയ തോതിലുള്ള അടിമത്തമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഏറ്റവും ഉയർന്ന ഈ ചാർജ് വ്യവസ്ഥയനുസരിച്ച് ഏറ്റവും ഉയർന്ന വിഭാഗം ബ്രാഹ്മണരാണ്. ആ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ലഭിക്കുന്നത്. അതിന്റെ ഒരു സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ നാം മാറ്റിയെടുക്കും. സ്ത്രീക്ക് നല്ല പുരുഷന് തുല്യമായ അവകാശങ്ങളിലേക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധിയിലേക്ക് നാം പോയി. ഭരണാധികാരികൾ എന്ന നിലക്ക് പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയും തുല്യമായി 50% സ്ത്രീകൾ ഭരണാധികാരികളായി മാറുന്നവരോ. അതൊക്കെ നമുക്കിവിടെ നേടാൻ കഴിഞ്ഞ കരുത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. മറ്റെവിടെയെങ്കിലും ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടായത്. അങ്ങനെയുള്ള സ്ത്രീയാണ് ഇപ്പോ അശുദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനുള്ള നീക്കം നടക്കുന്നത്. ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ. സ്ത്രീ പുരുഷ സമത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയാത്ത വിഭാഗം നാടുകൾ, അവരാണ് ഈ പ്രശ്നത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ യാഥാസ്ഥികമായ വലിയ തോതിലുള്ള ഇടപെടലുകൾ വരുന്നുവെന്ന് നാം തിരിച്ചറിയുക. അതിനെതിരെയുള്ള ശക്തമായ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ യാഥാസ്ഥിക മൂല്യങ്ങളുമായി സന്ധി ചെയ്തുകൊണ്ട് അവരെ ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികൾ കേരളത്തിലുണ്ട്. അത് കണ്ട് നാം വേറെ വേദനാപ്പെട്ട കാര്യമൊന്നുമില്ല. സമൂഹം ഇതിലെല്ലാം നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ചിലർ ഇത്തരം കാര്യങ്ങളിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നുണ്ടാവും. അതിനോടൊപ്പം എല്ലാ സമൂഹം. അപ്പോൾ സമൂഹത്തെ ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരിക്കും. ഇവിടെ പലതരത്തിലുള്ള എതിർപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത വെച്ചാൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക രംഗത്തുള്ള ഇടപെടൽ വൻതോതിലാണ് നമ്മുടെ വർഗപൂർണ്ണ സംഘടനകൾ നിലനിൽക്കുന്നതാണ്. അതിന്റെ ഭാഗമായി നല്ല വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ ചേരുവ എന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്നവരെല്ലാം ഒന്നിച്ചു ചേർന്നുള്ളതാണ്. ഇപ്പൊ കർഷക തൊഴിലാളികൾ, ഇതൊക്കെ തൊഴിലാളികൾ, അധ്വാനിക്കുന്ന വിഭാഗങ്ങൾ, ഇതിന്റെയൊക്കെ ഇടപെടൽ ഏതെങ്കിലും ജാതീയമായ മാറ്റം ഉണ്ടായതല്ല. വർഗാടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായത്. എന്നാൽ പല ഘട്ടങ്ങളിൽ ഇതിനെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണാം. ഇപ്പോ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തെ ഈ തിരുവിതാംകൂറിനെ എടുത്താൽ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ശ്രമം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. പക്ഷെ ജനങ്ങൾ അതിനെതിരെ അഴുകുന്നില്ല. കുറ്റപ്രകാരം തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ മുദ്രാവാക്യമല്ലേ ഉയർത്തുന്നത്. സംഘപരിവാറുകാരുടെ ആക്രമണങ്ങൾ കാരണം തീർത്ഥാടന കാലത്തിന്റെ ഒടുക്കം വരെ നിലകൊള്ളേണ്ടി വന്നു. എന്തായാലും ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയം വളർത്താൻ ശ്രമിച്ചവരെ
ജനങ്ങളും ഭക്തരും തിരിച്ചറിഞ്ഞു എന്നതിൽ സംശയമില്ല. അപ്പോൾ തെറ്റായ കാര്യങ്ങൾക്കെതിരെ എല്ലാ ഘട്ടത്തിലും മുന്നേറ്റം നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് ഈ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തി. അതായത് വിഭാഗം വീണ്ടും ചാടി വീഴുന്നു. അവര് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. വിമോചന സമരം എന്ന പേരിൽ കാര്യങ്ങൾ നടത്താൻ നോക്കി. അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിന്റെ ഭാഗമായി ആ ഗവൺമെന്റിനെ തിരിച്ചുകൊണ്ടുവന്നു. പക്ഷെ 57 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടും ശതമാനവും നേടിക്കൊണ്ടാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ജനസ്വാധീനത്തിലേക്ക് ഉയർന്നു. ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും കൂടിയുള്ള എല്ലാ ശക്തികളും കൂടിയുള്ള ഒരു കൂട്ടുകെട്ട് ഉയർന്നു തോന്നുന്നതിന്റെ ഭാഗമായി ഇവിടെ ഒരു ഘട്ടത്തില് വർഗീയമായ രീതിയിൽ ഉണ്ടാക്കാൻ നിലക്കലിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വലിയ ശ്രമം നടത്തി. അന്നത് വലിയ പ്രശ്നമാക്കി ആയി കത്തിക്കാനായിട്ടല്ലോ ശ്രമിച്ചത്. എന്നാൽ അതിനെയും നമുക്ക് നല്ല രീതിയിൽ തടുത്തു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് നേരത്തെ മുതലേ ഇവിടെ ഇടപെടലുണ്ടായിരുന്നു. പലതരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ശ്രമം നടന്നു. അതിന് RSS തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും അവർ ഉദ്ദേശിച്ചത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ബാബറി മസ്ജിദിന്റെ പ്രശ്നം വന്നപ്പോഴും ഇതേ നില ഇവിടെ നിലനിൽക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ അവരുദ്ദേശിച്ച തരത്തിൽ കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തില് മതനിരപേക്ഷതയിലൂടെയുള്ള ശക്തമായ ജനാധിപത്യ സംസ്ഥാനമാണ് നിലകൊള്ളുന്നത്. ഈ മതനിരപേക്ഷതയെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ അവിടെയാണ് നേരത്തെ ഗോവിന്ദമാഷ് പറഞ്ഞ സാർവദേശീയ സാഹചര്യവും ദേശീയ സാഹചര്യവും ഒക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണ്. അതിലിപ്പോ വലതുപക്ഷ ചിന്താഗതിയുടെ വികാസം പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സാർവദേശീയ തലത്തിൽ ചില മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അമേരിക്കയിലെ ട്രംപ് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാടുണ്ട്. യൂറോപ്പിലെ തീവ്ര ദേശീയവാദികൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. അതൊക്കെ ഈ ഒരു സാഹചര്യമാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നം കാണുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്കൻ സാമ്രാജ്യം നേരിടാൻ ആരാണ്? അപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്തെ നേരിടുന്നതിന് അതിലൊരു ബദൽ ഇസ്ലാമിസമാണ് എന്ന തരത്തിലൊരു കാഴ്ചപ്പാട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ഉയർന്നു വന്നതും നാം ഗൗരവമായി എടുത്തതുമായ ഒരു പ്രശ്നമായിരുന്നു ഉത്തരാമേരിക്ക സിദ്ധാന്തങ്ങളുടെ ഭാഗമായി വികസിച്ചു വന്ന സ്വത്ത് രാഷ്ട്രീയം. സ്വത്ത് രാഷ്ട്രീയം പലതരത്തിൽ പ്രകടമാവുന്നത് കാണാൻ നോക്കില്ല. ഇതും ഇത്തരം നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ്. നമ്മുടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നമ്മുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറമാണ്. അതിനകത്ത് തീവ്ര ഹിന്ദുത്വവാദമാണ് വലിയ തോതിൽ ഉപയോഗിക്കുന്നത്. ഇത് രാജ്യത്തെ ഒരു സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും കേരളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അവരുടെ താല്പര്യത്തിന് അനുസൃതമല്ലാത്ത ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ അവരെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, സാമ്പത്തികമായ അർത്ഥം എങ്ങനെ ജനിക്കാൻ പറ്റും. ഇതും കേന്ദ്ര ഗവൺമെന്റ് ഒരു അജണ്ടയായി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ രാജ്യത്തെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ സംഘപരിവാറിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം
ന്യൂനപക്ഷത്തിലാകെ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഒന്ന് മുസ്ലിമും മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയാണ് നേരത്തെ ഗർവാസി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വൻതോതിലുള്ള ബലപ്രയോഗിച്ച മതമാറ്റ നടപടികൾ സ്വീകരിച്ചു. ഒരു ഘട്ടത്തിൽ അവർ തീയതി വരെ പറഞ്ഞു, ഇന്ന തീയതിക്കുള്ളിൽ ഈ വിഭാഗം തീരെ ഇല്ലാതാവും. അങ്ങനെയടക്കം കാര്യങ്ങൾ നീക്കാൻ നോക്കിയതാണ്. എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതികരണം രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. മുസ്ലിമിനെതിരെയും പലരുടെയും പേരിൽ മുസ്ലിമിനെതിരെ ആക്രമണമാണ്, പലരെയും കൊലപ്പെടുത്തുകയാണ്, പല പ്രശ്നങ്ങളുടെ മേലെയാണ്, ഭക്ഷണത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ, ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ മുസ്ലിമിനെതിരെയുള്ള ബോധപൂർവമായ ആക്രമണം, വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം, വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നത് ഇവിടെ തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായകരമാണ് എന്ന് ചിന്തിക്കുന്നതിനെയാണ് RSS സംഘപരിവാറുണ്ട്. ആ നിലപാടാണ് അവർ പൊതുവെ സ്വീകരിക്കുന്നത് എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ആകെ ഒത്തുചേരുന്ന കാര്യങ്ങൾ, അത് ആഘോഷങ്ങളാവട്ടെ, മറ്റു തരത്തിലുള്ള ജനങ്ങൾ ഒന്നിച്ചണിഞ്ഞെത്തുന്ന നടപടികളാവട്ടെ, ഈ ഇത്തരത്തിലുള്ള മതനിരപേക്ഷമായ പൊതുമണ്ഡലങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കം, ഇതിന് എല്ലാ വർഗീയമായി ചിന്തിക്കുന്ന വിഭാഗങ്ങൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാം. ഇത് സംഘപരിവാർ മാത്രമല്ല, സംഘപരിവാറാണ് അതിന്റെ നേതൃത്വത്തിൽ. എന്നാൽ വർഗീയമായി ചിന്തിക്കുന്ന വിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അവരെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പൊതുവായ ഇടങ്ങൾ വേണം, പൊതുവായ ആഘോഷങ്ങൾ വേണം. കാലാകാലമായി പൊതുവായ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ അതിൽ നമ്മൾ അങ്ങനെ നടത്തുന്നില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഇടപെടുന്ന നില വരുന്നു. ഇതോടൊപ്പം നാടിന്റെ ഗൗരവമായ പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നം. പാരിസ്ഥിതിക പ്രശ്നത്തില് നല്ല നിലപാടുകൾ നമുക്ക് സ്വീകരിച്ചു പോകാൻ കഴിയേണ്ടതായിരുന്നു. വികസനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ നീങ്ങുമ്പോൾ പരിസ്ഥിതി പ്രശ്നം ഒന്നുമല്ല എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. സ്വാഭാവികമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് വികസന നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്നാൽ ചില വിഭാഗങ്ങൾ ഇതിൽ തെറ്റായ സമീപനം സ്വീകരിക്കുക, ഒരു തരത്തിലുള്ള വികസനവും വരാൻ പാടില്ല. ഏത് വികസന പ്രശ്നം വരുമ്പോഴും അതിനെ പാരിസ്ഥിതിക ന്യായങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്താൻ നോക്കുക. അത് പരിസ്ഥിതി സംരക്ഷിക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്, വികസനത്തെ തടയാനാണ്, നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തടയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു വിഭാഗം ബോധപൂർവ്വം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ കേരള ഗവൺമെന്റ് ഇന്നത്തെ RSS നേതൃത്വം അധികാരം കഴിയും. RSS സംഘപരിവാറും ന്യൂനപക്ഷങ്ങൾക്കെതിരെ തങ്ങളുടെ കയ്യിലെ അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ തങ്ങളോടൊപ്പം അണിനിരത്താൻ കഴിയുമോ? ആ ശ്രമം നല്ല രീതിയിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ നീക്കം മന്ത്രിമാർ തന്നെ ഇടപെട്ടുകൊണ്ട് നടത്തുന്നതായി കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകതക്ക് ഇടയാക്കിയത് കേരളത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന പലരും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഭൂപരിഷ്കരണം നടപ്പായതാണ് ഇത്ര വലിയൊരു പ്രത്യേകത കേരളത്തിൽ ഉണ്ടാകുന്നതിന് ഇടയാക്കിയത്. ഇതിന്
ജന്മിത്വത്തിന്റെ സാമ്പത്തിക ഘടനയുടെ അടിത്തറയാണ് ഇതിന്റെ ഭാഗമായി പൊതുവിൽ തകർക്കപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെയുള്ള ശരിയായ ഇടപെടൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇതിന്റെ ഒരു ഫലം നേരത്തെ സമൂഹത്തിൽ ഇല്ലാത്ത രീതിയിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ചില ഇടത്തരം വിഭാഗങ്ങൾ ഉയർന്നു വരുന്ന രീതിയിൽ നേരത്തെ അങ്ങനെ ഒരു ഇടത്തരം ചില വിഭാഗത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ നിലയിൽ മാറ്റം വന്നതോടെ നല്ല മാറ്റം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. പലരും മധ്യവർഗ തൊഴിലുകളിൽ ഏർപ്പെടുന്ന അവസ്ഥ വന്നു. ഒരു രീതിയിലുള്ള മധ്യവർഗം വളർന്നു വരുന്ന നിലയിൽ വന്നു. അങ്ങനെ വന്നപ്പോ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് നേരത്തെ തന്നെയുള്ള ചില സംഘടനകൾ, ആ സംഘടനകൾക്ക് പുറമെ ചില പ്രത്യേക സംഘടനകൾ ഉയർന്നു വന്നു. അത് മതാടിസ്ഥാനത്തിലും സാമുദായിക അടിസ്ഥാനത്തിലുമൊക്കെ ചില സംഘടനകൾ ഉയർന്നു വരുന്നതില്ല. ആ സംഘടനകൾ നേരത്തെയുള്ള വിശാലമായ താല്പര്യം വെച്ചില്ല, വളരെ സന്തുലിതമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നില പലരും സ്വീകരിക്കുന്ന നിലയുമുണ്ട്. അപ്പൊ നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇടപെടൽ നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. വർഗീയ ചിന്തകളും വർഗീയമായുള്ള ധ്രുവീകരണവും ശക്തിപ്പെടുത്താനാണ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എല്ലാറ്റിനെയും ആചാരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കാണുന്ന ഒരു നില. അതിന്റെ ഭാഗമായി തന്നെ മറ്റൊരു വിഭാഗത്തെ സമൂഹത്തിന്റെ ഭാഗമല്ലാതെ കാണുക, തങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമല്ലാത്തവരെ സമൂഹത്തിന്റെ ഭാഗമല്ലാതെ കാണുന്ന നിലയിൽ ഇവിടെ വികസിച്ചു വരുന്നത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വലതുപക്ഷ ശക്തികൾ ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുക, അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാണ്. ഇപ്പോ ബാബറി മസ്ജിദ് തകർത്തു, രാമക്ഷേത്രം ഞങ്ങൾ പണിയും എന്ന് RSS വാശികളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും വക്താക്കളും പറയുന്നത്? രാമക്ഷേത്രം ഇവർക്ക് നിർമ്മിക്കാൻ കഴിയില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കേ നിർമ്മിക്കാൻ കഴിയും. ഇതാണ് കേരളത്തിൽ രാജ്യത്തിന്റെ ഒരവസ്ഥ. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വർഗീയതയെ പ്രതിരോധിക്കുക വളരെ പ്രധാനമാണ്. എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം ഇതുമായി തന്നെ സമരസപ്പെട്ടു പോകുന്നത്. അപ്പൊ നാം നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എല്ലാവരും, അത് ഇടതുപക്ഷം എല്ലാ തരത്തിലും ആ നിലപാട് തന്നെയാണ്. ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ ശക്തികൾ ഈ കാര്യത്തിൽ, അവരെല്ലാം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പ്രത്യയശാസ്ത്ര മേഖല, അങ്ങനെ മാത്രമേ ഇതിനെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ളത് നാം കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നേരത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തുകയും അവരെ ആവേശപൂർവ്വം രംഗത്തിറക്കുകയും ചെയ്തിരുന്ന ഒട്ടേറെ കലാരൂപങ്ങൾ, ഇത് ഇന്ന് വലിയ തോതിൽ ഒരു തിരിച്ചടിയേറ്റ മേഖലയായി നിൽക്കുക. എല്ലാം നശിച്ചുപോയില്ല, പക്ഷെ പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ തരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ദൗർബല്യം നാം കാണേണ്ടതായിരുന്നു. അതേസമയം വിഭാഗീയമായത് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ഇടയാക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വികസിച്ചു വരുന്നു. അപ്പൊ ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന ഒട്ടേറെ നിലപാടുകൾ, മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നവരുണ്ട്, വർഗീയ നിലപാടുകളുമായി സമരസപ്പെട്ടു പോകുന്നവരുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ശക്തമായി ഉണ്ടാകേണ്ടതായിരുന്നു. ഇവിടെ
സ്ത്രീ കോളേജുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും നേരത്തെ സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള തടസ്സവും അതിനുണ്ടായതല്ല. ഇന്ന് ഉയർത്തുന്നത് തീർത്തും ബാലിശമായ ഒരു വാദമാണ്. ശബരിമലയുടെ കാര്യമായാലും നേരത്തെ മുതൽ അവിടെ സ്ത്രീകൾ പോകുന്നുണ്ടായിരുന്നു. 91 വരെ പോയതാണ്. 91 കോടതി വിധിയോടെയാണ് അത് പോകാൻ പാടില്ല എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് പ്രധാനമാണ്. ഇത്തരത്തിലുള്ള വലതുപക്ഷവൽക്കരണത്തെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ കഴിയും. എല്ലാവരുടെയും മനസ്സിലേക്ക് ശരിക്കുള്ള ആശയം എത്തിക്കാനാവും. അതിനുള്ള ഇടപെടൽ എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിന് സമൂഹത്തെ ആ രീതിയിൽ സജ്ജമാക്കുക എന്നതിനാണ് വനിതാ മതിൽ ഇടയായിട്ടുള്ളത്. വനിതാ മതിലിനെ സർക്കാർ പിന്തുണക്കാൻ കാരണം ശരിയായ ആശയം വെച്ചുകൊണ്ടാണ് ആ മതില് എന്നൊരു ആശയം മുന്നോട്ട് വന്നത്. ഇന്നുള്ള നവോത്ഥാന ചിന്താഗതികളെ തകർക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്ന ഒരു ഘട്ടത്തിൽ സ്ത്രീകളുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടാവട്ടെ, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വനിതാ മതിൽ എന്ന ആശയം വന്നത്. അതുകൊണ്ടാണ് അതിനെ സർക്കാർ ശക്തമായി പിന്താങ്ങുന്ന നിലപാട്. ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഉള്ള ബോധന രീതി, ഇതില് നമ്മുടെ സാമൂഹ്യ നവോത്ഥാന കാര്യങ്ങൾ വേണ്ടത്ര കുട്ടികളിലേക്ക് എത്തുന്നില്ല. എങ്ങനെയാണ് ഇന്നത്തെ സമൂഹം രൂപം കൊണ്ടത്, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള പാഠഭാഗങ്ങൾ വേണമെന്ന പൊതു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരുപാട് നടക്കുന്ന സമയത്ത് എങ്ങനെ സമൂഹം രൂപപ്പെട്ടു, എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നതിലേക്ക് കുറെ കൂടി നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങാൻ കഴിയേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സിലബസും മറ്റും രൂപം കൊള്ളണം എന്നാണ് കാണുന്നത്. കേരളത്തിലെ മാധ്യമ നിലയെടുത്താൽ കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടതായിരുന്നു പലതും. ഇത് കേരളത്തിൽ നല്ല പ്രചാരമുള്ള മാധ്യമങ്ങളെയൊക്കെ എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അവയെല്ലാം ദേശീയ പ്രസ്ഥാന കാലത്ത് രൂപപ്പെട്ടതാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ മുന്നേറ്റത്തിന് നല്ല പങ്കുവഹിച്ചതാണ്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് നല്ല നിലക്ക് സ്വീകരിച്ചു വന്നത്. അങ്ങനെ നോക്കിയാൽ ജനകീയ മുന്നേറ്റത്തിന് ഏറ്റവും സഹായകരമായ ഇടപെടലായിരുന്നു നേരത്തെ പത്രങ്ങളാണ് ആ പത്രമാധ്യമങ്ങൾ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ നവോത്ഥാനപരമായ സ്ഥിതിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതിൽ വലിയ മാറ്റം ഒന്ന് മാധ്യമ രംഗത്തിന്റെ മാറ്റം വന്നു. മാധ്യമ രംഗത്ത് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി വൻകിട കുത്തകകൾ മാധ്യമ രംഗം കൈയടക്കുന്നതോ അതിന്റെ സ്വാധീനം പലതരത്തിൽ പ്രതികരിക്കുന്ന നിലയിലുണ്ട്. ഈ പറയുന്നതിലും പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോ മൊത്തത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുന്നല്ലോ. ഇത് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണുന്ന ഒരു വസ്തുതയാണ്. എല്ലാ കാര്യത്തെയും എതിർക്കുന്ന സമീപനം, പുരോഗമനപരമായ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുന്ന സമീപനം, അതും ഒട്ടേറെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലയിൽ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടെ വലിയ മാറ്റമാണ് വന്നത്. ആ മാറ്റം നമ്മുടെ സമൂഹത്തിന് വാർത്തകൾ പെട്ടെന്ന് കിട്ടും എന്നുണ്ടെങ്കിൽ ഈ വാർത്ത പെട്ടെന്ന് കിട്ടുന്നതിന്റെ അതിന്റെ താല്പര്യം വെച്ചുകൊണ്ട് പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ
കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക്. മാത്രമല്ല ശരിയായ സംവാദമല്ല പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത്. തങ്ങളുടെ താല്പര്യം വെച്ചുള്ള സംവാദങ്ങൾ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ജനകീയമായ പല ഇടപെടലുകളും ഈ ഘട്ടത്തിൽ നടത്തിയത് നവമാധ്യമങ്ങളാണ്. എന്നാൽ നവമാധ്യമങ്ങളിലും നല്ല തോതിൽ വലതുപക്ഷ ശക്തികൾ കേന്ദ്രീകരിച്ചിരിക്കുക. നവമാധ്യമങ്ങളിൽ സാധ്യത കണ്ടപ്പോൾ ഇപ്പോൾ സംഘപരിവാറൊക്കെ പൂർണ്ണമായിട്ട് അതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുക. ഇതിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു വസ്തുത പൂർണ്ണ കളവ് മെനഞ്ഞുണ്ടാക്കുക, അതിനുവേണ്ടി പ്രത്യേക ശ്രമം നടത്തുക, അതിൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. പിന്നെ ചില മാധ്യമങ്ങൾ കയ്യിലുണ്ട് എന്നതുകൊണ്ട് ആ മാധ്യമങ്ങളിലൂടെ എന്ത് കളവ് പ്രചരിപ്പിക്കുക. ഈ നിലയിൽ നമ്മുടെ മാധ്യമ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേഡ് ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ സമൂഹം കണ്ടിട്ടുണ്ട്. എത്രമാത്രം അധപ്പതിച്ച നിലയിലേക്ക് പോകുന്നുവെന്നാണ് അതൊക്കെ കാണിക്കുന്നത്. ഇതില് ഏതെങ്കിലും ഗതിയില്ലാത്തവരല്ല ഈ പേഡ് ന്യൂസ് എതിരെയായി. ചില വൻകിടക്കാർ തന്നെ പേഡ് ന്യൂസിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ സമൂഹത്തിൽ പോകേണ്ടതായി. ഒരു മാധ്യമ സാക്ഷരത അത് വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങൾ വായിക്കുന്നതെല്ലാം അല്ലെങ്കിൽ കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന തരമല്ല സ്വീകരിക്കേണ്ടത്. അതിന്റെ ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി ആളുകൾ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ചിലരുടെ കയ്യിലുള്ള പണത്തിൽ കടന്നില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. നവോത്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം. ഇതെങ്ങനെ ചെലവഴിക്കും? ഈ പണം ഉപയോഗിച്ച് അന്ധവിശ്വാസം കൂടുതൽ വളർത്താൻ പറ്റും, അനാചാരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പറ്റും. ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി വരുന്നത്. അത് മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളും. അപ്പോ നാം സാധാരണ അഭിമാനം കൊള്ളാറുള്ളത് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ കുറിച്ചാണ്. ആ അഭിമാനം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ഇടതുപക്ഷ മനസ്സ് അതേ രീതിയിൽ നിലനിൽക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും നമ്മൾ കുറച്ച് അധ്വാനിക്കേണ്ടതായിരിക്കും, നല്ല രീതിയിൽ ഇടപെടേണ്ടതായിരിക്കും. അത് തുറന്ന കാര്യങ്ങൾ പറഞ്ഞു പോകണം. എതിർക്കേണ്ടതിന് എതിർക്കാൻ തയ്യാറാവണം. എതിർക്കേണ്ട ശക്തികളെ എതിർക്കാതിരുന്നിട്ട് കാര്യമില്ല, അത് എതിർത്ത് പോകുക തന്നെ വേണം. ഈ തെറ്റായതിന്റെ ഭാഗമായി കൂടുന്നവരുടെ മഹത്വം ആലോചിച്ച് നിൽക്കരുത്. ഏത് മഹത്വമുള്ളവരായാലും തെറ്റായതിന്റെ ഭാഗമായി കൂടുന്നുണ്ടോ അതിനെ തുറന്നു കാണിക്കണം. എന്താണ് ഉദ്ദേശമെന്ന് വ്യക്തമാക്കണം. അതിനൊന്നും മറച്ചു നിൽക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് രൂപത്തിലുള്ള പല രീതിയിലേക്ക് നാം കടന്നു പോകേണ്ടതായി. നമ്മുടെ നാട് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്താകെയാണ് മലയാളികൾ വ്യാപിച്ചു കിടക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും മലയാളികൾ. അപ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും, രാജ്യത്തിന്റെ പ്രശ്നങ്ങളും നമ്മളെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കേരളത്തില് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിച്ച് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അത്തരം പുനഃപരിശോധനകളുടെ ഭാഗമായി നമ്മുടെ ജീവിത രീതികൾ, ഭാവി സമൂഹ സങ്കല്പങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പൊതുവെ അത്തരത്തിലൊരു ഇടപെടലാണ് വന്നിട്ടുള്ളത്. മതനിരപേക്ഷ പാരമ്പര്യം നമുക്ക് സംരക്ഷിക്കാനാവണം.
നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനാവണം. ഒരു നമ്മൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എല്ലാവരുമാണ്. അങ്ങനെയുള്ള എല്ലാവരും കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഇത് നമ്മുടെ നാടിനെ പുറകോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പുറകോട്ട് 1 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല, നൂറ്റാണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അറച്ചുനിൽപ്പുമില്ലാതെ ശക്തമായി ഇടപെടുന്ന രീതി ഉണ്ടാവണം. അതിന് ഉതകുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. നവോത്ഥാന മുന്നേറ്റങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകാൻ കേരളത്തിനാകണം. എതിർക്കേണ്ടത് എത്ര മഹത്വമുള്ള ആളുകളാണെങ്കിലും അത് എതിർക്കേണ്ട സമയത്ത് എതിർക്കുക എന്ന ലക്ഷ്യം തീർച്ചയായും മലയാളികൾക്ക് ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മുഖ്യമന്ത്രി നടത്തുന്നു.